മഞ്ജു പിള്ളയുടെ മകളായ ദയാ സുജിത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകളുമായും താരപുത്രി എത്താറുണ്ട്. അടുത്തിടെ പങ്കുവച്ച ചിത്രങ്ങൾ വൈറലായിരുന്നു. വസ്ത്രധാരണത്തെക്കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു യൂട്യൂബറായ ഷഫീന ബീവി ഉന്നയിച്ചത്. ക്ഷണനേരം കൊണ്ടായിരുന്നു അവരുടെ വീഡിയോ ചർച്ചയായത്. നെപ്പോ കിഡ്സായിട്ടുള്ള കുറേ പേർ കാണിക്കുന്ന പോക്കിരിത്തരം കണ്ട് മിണ്ടാതെയിരിക്കുന്ന പാരൻസ്. ആകെയൊരു മകളേ ഉള്ളൂ, നിങ്ങൾക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെയെന്നായിരുന്നു ഷഫീന ബീവി ചോദിച്ചത്. മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ ഇവർ? തുണി പറിച്ചെറിയലാണ് സ്വാതന്ത്ര്യം എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ വിചാരം. നിങ്ങൾ ഫെമിനിസം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുമായിരുന്നു ഷഫീന ചോദിച്ചത്. ഈ കുട്ടി ഒരു ഓട്ടോറിക്ഷയിൽ നൈറ്റി ഇട്ട് വരുന്നത് കണ്ട് ഞാൻ ചിരിച്ചിരുന്നു. ഇന്ന ഡ്രസ്സ് ഇട്ടേ പോകാവൂ എന്ന തരത്തിലുള്ള നിബന്ധനകളൊന്നുമില്ലല്ലോ. മോഡേണിസം തലയിൽ കയറിയിട്ട് വന്നൊരു സൂക്കേടാണിത്. നല്ല അടി കൊടുക്കാത്തതിൻ്റെ കുറവാണ്. വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഷഫീന പ്രതികരിച്ചത്. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെ തുറന്നു കാണിച്ച് വെക്കുന്നതാണോ മോഡേൺ? ഇതൊക്കെ മാതൃകയാക്കുന്നവരുണ്ടാകും. അവൾ അങ്ങനെ കാണിച്ചല്ലോ എന്ന് പറയും. എന്തിനാണ് ഇത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത്? വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്. അച്ഛനും അമ്മയും തെറ്റിപ്പിരിഞ്ഞാൽ മകൾ അങ്ങ് ഇറങ്ങുകയായി. മഞ്ജു പിള്ളയ്ക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ മകളെ അടക്കി നിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഷഫീനയുടെ നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞ് രൂക്ഷമായി വിമർശിച്ചും ഒരു വിഭാഗം എതിർത്തു. നിങ്ങൾ എന്നെ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനെയും പൂട്ടും. മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അതുകൊണ്ട് നകളിക്കേണ്ട എന്നുള്ളത്. ആ പറയുന്നത് കേട്ട് വേദന തോന്നുന്നത് എനിക്കല്ലേ? പറഞ്ഞവരെ കയ്യിൽ കിട്ടിയാൽ തല്ലി കാലൊടിക്കും. വിവരമില്ലാത്ത കുറേ മഞ്ഞക്കാർ ഇരിപ്പുണ്ട്. വല്ലവൻ്റെയും ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. നാളെ അവർ പറയുന്നൊരു കമൻറ്റിന് വേണ്ടി എൻ്റെ ജീവിതം തുലയ്ക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ എന്നുമായിരുന്നു മഞ്ജു പിള്ള മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഈ അഭിമുഖം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ആരെങ്കിലും എങ്ങനെയെങ്കിലും നടക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ഉള്ളവരെ പറഞ്ഞാൽ ആരും ക്ഷമിക്കില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏതു ഡ്രസ്സ് ഇടുന്നത് എന്ന്. അവർക്കത് പ്രശ്നമില്ലെങ്കിൽ മറ്റുള്ളവർക്കെന്താ? മറ്റുള്ളവർ കാണുമ്പോൾ അരോചകമായി തോന്നിയാൽ അവർ അത് വിമർശിക്കും. അത് സഹിച്ചോണം. പക്ഷേ നല്ല വൃത്തിയിൽ ഡ്രസ്സ് ഇടാൻ പറയൂ ചേച്ചി. അതൊക്കെ കണ്ടാൽ പറഞ്ഞു പോവില്ലേ? നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഷഫീന കുറേ ആൾക്കാരെ വൃത്തികെട്ട രീതിയിൽ പറയുന്നു. നേരത്തെ രേണുവിൻ്റെ പിറകെയായിരുന്നു, ഇപ്പോഴും പറയുന്നു രേണുവിനെ. നിൻ്റെ ചാനൽ ഉടൻ പൂട്ടും, അപ്പോൾ നീ പഠിക്കും. മകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഏതൊരു അമ്മയുടെയും വികാരമാണ്. പക്ഷേ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതും നന്നായിരിക്കും. ഇൻക്ലൂഡിങ് ഡ്രസ്സിങ്. റിയാക്ഷൻ ചെയ്ത ആളുകളുടെ വാക്കുകൾ ഇച്ചിരി കടുത്തുപോയി. ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ പറഞ്ഞാൽ അമ്മമാർ പ്രതികരിക്കുക എന്ന് ഇവൾ മനസ്സിലാക്കട്ടെ. ഇതുമാത്രം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് അത്ര സങ്കടം വരില്ല. പക്ഷെ നമ്മുടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ മോളുടെ ആഗ്രഹം ഇൻ്റർനാഷണൽ മോഡേൺ ആകണമെന്നാണ്. ഫാഷൻ ഷോ ഒന്നും ഇവിടെ വിലക്കിയിട്ടില്ല, മോഡലിംഗ് വിലക്കിയിട്ടില്ല. ഇത് രണ്ടും ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള ഫോട്ടോ എല്ലായിടത്തും വരാൻ ആഗ്രഹിക്കും തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്.